അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാങ്കുകാരിയായ നുസൈബയുടെ വീട്ടിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയധികം ഉയർന്ന റാങ്ക് എങ്ങനെ ലഭിച്ചു, അതിന് എന്താണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്നാൽ അവളുടെ കോളേജിന് തന്നെ വലിയൊരു അഭിമാനമായ നുസൈബയുടെ ഫ്ലെക്സ് അത് എല്ലായിടങ്ങളിലും ഓപ്പണായി തുടങ്ങി. അവളുടെ കോളേജിന് മുമ്പിലും അവളുടെ നാട്ടിലുമെല്ലാം. പക്ഷേ ആത്മാഭിമാനമായ അവളുടെ ആ ഒരു വസ്ത്രം ഹിജാബ് ധരിച്ചുകൊണ്ടാണ് അവൾ എല്ലാ ഫോട്ടോയിലും നിന്നിട്ടുള്ളത്. അവളുടെ മുഖം ഒന്നിലും വെളിവാക്കിയിട്ടില്ല. എല്ലാവരും ചോദിച്ചു, അങ്ങനെ മുഖം മൂടിയൊക്കെ ഇട്ട് നടക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാൻ കഴിയുമോ? പലരും അവളെ കളിയാക്കിയിരുന്നു. പലരും പറഞ്ഞു, ഹിജാബ് ധരിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്കൊന്നും പ്രവേശനം ഉണ്ടാവില്ല. പക്ഷേ അതിലൊന്നും യാതൊരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ എല്ലാവർക്കും അഭിമാന താരമായിക്കൊണ്ട് നുസൈബ ഉയർന്ന ആ റാങ്ക് കരസ്ഥമാക്കി. അതുകൊണ്ട് തന്നെ അവരുടെ കോളേജിന് അത് വലിയൊരു നേട്ടമാവുകയായിരുന്നു. അന്ന് വൈകുന്നേരം സാറും മിസ്സും അതാ അവളുടെ വീട്ടിലേക്ക് വരുന്നു. മിസ്സ് അവളെ കണ്ട് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മോളെ, നീ കോളേജിൻ്റെ അഭിമാന താരമാണ്. എന്നാലും ഇത്രക്കും വലിയൊരു പേര് ലഭിക്കാൻ കാരണം അത് മോളുടെ ഹാർഡ് വർക്ക് കൊണ്ട് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിനക്ക് എന്ത് പാരിതോഷികം തരണമെന്ന് ഞങ്ങൾക്കൊരു പിടുത്തമില്ല. കാരണം അത്രക്കും ആ ഒരു കോളേജിൻ്റെ മാനം കാത്തത് നീയാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിജയശതമാനം വളരെയധികം കുറവായിരുന്നു. പക്ഷേ ഇത്തവണ ഏറ്റവും ഉയർന്ന റാങ്ക് എന്നുള്ള ആ ഒരു ബഹുമതി ലഭിച്ചത് മോളെ നീ ഉണ്ടായതുകൊണ്ടാണ്. നുസൈബയുടെ ഉമ്മയെയും ഉപ്പയെയും എല്ലാം സാറും മിസ്സും കണ്ട് സംസാരിക്കുന്നു. അതെ, ഈ ഒരു മോളുടെ ഉമ്മയും ഉപ്പയും ആകാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമാണ് കേട്ടോ നിങ്ങൾക്കുള്ളത്. എന്നാലും ഇത്രക്കും മെമ്മറി പവറുള്ള ഒരു കുട്ടിയെ കിട്ടിയല്ലോ. കൺഗ്രാജുലേഷൻസ്. അവർ ഉമ്മയും ഉപ്പയും അഭിനന്ദിക്കുന്നു. ഞങ്ങളായിട്ടൊന്നും അവൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അവൾക്ക് പഠിക്കാൻ കുറച്ച് താല്പര്യമുണ്ട്. അവളെ പഠിപ്പിക്കാനും എല്ലാത്തിനും മുന്നോട്ട് നിന്നത് അവളുടെ ഉമ്മയാണ്. ഉമ്മയോ? അതെ, അവളുടെ ആദ്യ ഭർത്താവിൻ്റെ ഉമ്മയായിരുന്നു. അതിനെക്കുറിച്ച് ന്യൂസിൽ കേട്ടിരുന്നു. ശരി, ഓക്കെ. പിന്നെ ഞങ്ങളൊരു കാര്യം പറയാം. ഏതായാലും ഇത്രയ്ക്കും ഉയർന്ന റാങ്കൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി പഠനം കണ്ട് തുടരുക. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ, പെട്ടെന്ന് തന്നെ ജോയിൻ ആവണം കേട്ടോ. ഏറ്റവും നല്ലൊരു കോളേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നിന്ന് പഠിക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഡെയിലി വീട്ടിലേക്ക് വരവും പോക്കും ബുദ്ധിമുട്ട് ആയിരിക്കും. ഒരു പക്ഷേ നല്ല കോളേജിലൊക്കെ സീറ്റ് കിട്ടും. കാരണം ഏത് കോളേജിൽ വേണമെങ്കിലും അവൾക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. എവിടെ പോയാലും അവൾക്ക് കിട്ടും. എല്ലാ കോളേജുകാരും ഫസ്റ്റ് റാങ്കിന് വേണ്ടി മത്സരിക്കും. അതൊരു അഭിമാനം തന്നെയല്ലേ. എന്തായാലും വേണ്ടില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിലൊക്കെ കൊടുത്തോളൂ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് 5 വർഷത്തെ പഠനമുണ്ടേ, അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ നുസൈബയായി ഇറങ്ങുന്നത് അത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ കാണണം. നുസൈബ ചിരിച്ചു. മിസ്സേ, സാറേ, അതൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു പ്രയത്നം കൊണ്ടുകൂടിയാണ്. അങ്ങനെയല്ലടി, അങ്ങനെ ഒരിക്കലുമല്ല. ഞങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷേ എത്രയോ കുട്ടികളുണ്ട്, അവർക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അത് മോളുടെ ഒരു കഴിവ് കൊണ്ടും പിന്നെ ഹാർഡ് വർക്ക് എല്ലാം കൊണ്ടുമാണ്. അതിലുമ്മ പറഞ്ഞു, എൻ്റെ കുട്ടി ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ചതാണേ. കുറേ അനുഭവിച്ച് ഇടങ്ങാറായി ബുദ്ധിമുട്ടി അങ്ങനെയൊക്കെ ജീവിച്ചതാണ്. അപ്പോൾ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളൊന്നും ഓൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉമ്മ അങ്ങനെയൊക്കെ തന്നെ. അല്ലാതെ എൻ്റെ കുട്ടിക്ക് എല്ലാവരും പോലെ ഒരു സമാധാന സുഖം കിട്ടിയിട്ടില്ല. അപ്പോൾ മിസ്സ് പറഞ്ഞു, ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടായത് കൊണ്ടായിരിക്കാം. അതും ഈ ഒരു ലോകത്ത് ജീവിക്കണമെങ്കിൽ നന്നായി ക്യാഷ് വേണം. ക്യാഷ് ഇല്ലാത്തൊരു ജീവിതം അതിപ്പോൾ നടക്കില്ല. എന്തൊരു സാധനം വാങ്ങണമെങ്കിലും അതിൻ്റെയൊക്കെ വില എന്താ? അതിനൊക്കെ അവനാൻ്റെതായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കയ്യിലുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അഭിമാനം തന്നെയാണ്. മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതില്ലാതെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിക്കണം, എന്തെങ്കിലുമൊക്കെ നേടണം എന്നവൾക്ക് തോന്നി. അതിനുവേണ്ടി അവൾ പ്രയത്നിച്ചു. കാരണം ഒരു കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കണമെങ്കിൽ മറ്റൊരു വഴി ചിന്തിക്കും. ഒരു പക്ഷേ അവൾ അതിൽ നിന്ന് ഒന്ന് സ്വതന്ത്രയാവാൻ നേടിയെടുത്തതായിരിക്കും ഒരു പക്ഷേ ഈ ഒരു വഴി. അതുകൊണ്ട് അവൾ വിജയിച്ചു, അതും ഉന്നത വിജയം. അല്ലാതെ അവളിപ്പോൾ കല്യാണം കഴിച്ച
വീട്ടിലിങ്ങനെ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും? അവളുടെ ഭർത്താവും മക്കളും അങ്ങനെ ഒരു ജീവിതമായിരിക്കും. അവൾക്ക് അവളുടെ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ എല്ലാം നല്ലതിനായിരിക്കും എന്ന് കരുതുക. ആദ്യ ഭർത്താവ് നിന്നെ കല്യാണം കഴിച്ച് നിന്നെ ഡൈവേഴ്സ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു നീ ഒരുപാട് വിഷമിച്ചു. ഒരു പക്ഷേ അവൻ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് നിനക്കിപ്പോൾ നല്ലൊരു നിലയിലെത്താനായി. മോളെ നുസൈബ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നമുക്കൊരു പരാജയം ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു പക്ഷേ അതിനേക്കാളും വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായി കഴിയും. അന്ന് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് നിനക്കിപ്പോൾ നല്ല രീതിയിൽ എത്താനായി. എത്രമാത്രം ആളുകളാണ് ഈ ഒരു സീറ്റിന് വേണ്ടിയിട്ട്, ഈ റാങ്കിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളോളം കോച്ചിങ്, ഒരു വർഷത്തെ കോച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും റാങ്ക് കിട്ടാനുള്ള ശ്രമത്തിൽ പിന്നെയും എത്രയോ ലക്ഷങ്ങൾ പൊട്ടിച്ച് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. പക്ഷേ അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം ഒറ്റ പ്രാവശ്യം നീ പഠിച്ചപ്പോൾ തന്നെ നിനക്ക് കിട്ടി. അത് വല്ലാത്തൊരു അഭിമാനം തന്നെയാണ്. പിന്നെ ഒരുപാട് ആളുകളൊക്കെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ ഏത് കോളേജ് ഏറ്റെടുക്കും എന്നുള്ളതാണ് എൻ്റെ സത്യം. ശരിക്ക് ഒരു MBBS പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് 50 ലക്ഷം എബോവ് അങ്ങനത്തെ പല പല സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഈ റാങ്കുകാരിയെ തേടി പിടിക്കാൻ അവരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. 5 പൈസ ഇല്ലാതെ നിനക്കൊരു പക്ഷേ പ്രൈവറ്റ് കോളേജിൽ തന്നെ ജോയിൻ ആവാനും കഴിയും. അങ്ങനെയുണ്ട് ചാൻസ്. അതൊക്കെ മോളുടെ ഇഷ്ടം. പിന്നെ ഗവൺമെൻറ് ആകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. പ്രൈവറ്റ് ആകുമ്പോൾ അതിൻ്റെ രീതിയിൽ എന്തൊക്കെ തന്നെയാലും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നേ വേണം. അങ്ങനെയായാലും എല്ലാം റെഡിയാവും. മോളെ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ? പോവില്ലേ? ചായ കുടിച്ചിട്ട് പോവാം. നുസൈബയുടെ ഉമ്മ അപ്പോഴേക്കും അവർക്ക് ചായയും പലഹാരവും എല്ലാം എടുത്തു വച്ചിരുന്നു. ഉമ്മ, അഭിമാനമായ ഈ ഒരു മകള്, അവൾ ശരിക്കും നല്ല രീതിയിൽ ഇനി പഠിച്ചോട്ടെ. പിന്നെ വിവാഹത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട കേട്ടോ. അതായത് ഒരു പക്ഷേ ഇപ്പോൾ നിക്കാഹോ വിവാഹമോ നടക്കുകയാണെങ്കിൽ അത് എന്തായാലും സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും. പ്രഗ്നൻ്റ് ആവും, പിന്നെ ഡെലിവറി കാര്യങ്ങൾ, പിന്നെ കുഞ്ഞ്, അതിനെ നോക്കൽ, വളർച്ച, പാല് കൊടുക്കൽ, അങ്ങനെയൊക്കെ ആകുമ്പോൾ വർഷങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് മിസ്സായി പോകും. പിന്നീട് ഇതൊരു കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ സമയത്ത് തന്നെ ജോയിൻ ആകുക, കോളേജിൽ പോക്ക് തുടങ്ങുക. അതിനിടയ്ക്ക് ഇനി നിങ്ങളുടെ ആചാരങ്ങൾക്കനുസരിച്ചുള്ള നിക്കാഹ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പഠനത്തിൽ യാതൊരു രീതിയിലുള്ള ഉഴപ്പലും പാടില്ല. ഇത് നമ്മുടെ അഭിമാന താരമാണ്. അവൾ ഡോക്ടർ നുസൈബയായിട്ട് ഇറങ്ങണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഇതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. എന്തായാലും MBBS ആയിട്ട് ഇറങ്ങണം അവൾ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഉപ്പ പറഞ്ഞു, മോള് പഠിച്ചോട്ടെ ഇൻഷാ അല്ലാ. പിന്നെ ഓൾ എന്നാണ് വിവാഹത്തിനൊക്കെ വേണ്ടി പറയണത്, അപ്പോൾ നടത്തി കൊടുക്കുക. അതാണ് ഞങ്ങളെ മനസ്സിലാഗ്രഹം. ഞങ്ങളായിട്ട് അവളെ നിർബന്ധിച്ച് കെട്ടിപ്പിക്കുന്നൊന്നുമില്ല. നുസൈബ അത് കേട്ട് പതുക്കെ ഒന്ന് ചിരിച്ചു. എന്താണെന്നറിയില്ല, അവളുടെ മനസ്സിൽ ഇപ്പോൾ ഷമ്മാസ് മാത്രമായിരുന്നു. ഷമ്മാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു റാഹത്താണ്. പക്ഷേ ഉമ്മയും ഉപ്പയും പറയാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ നിക്കാഹ് വേണം ഷമ്മാസുമായി എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ? എന്തായാലും കോളേജിൽ ജോയിൻ ആവാം. അതിനനുസരിച്ച് ഇൻഷാ അല്ലാ. ഒരുപാട് കാലം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തോറ്റു നിന്നു. ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രമാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. വിജയം ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ, ഇപ്പോഴിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉയർന്നൊരു വിജയം എനിക്ക് നൽകിയിരിക്കുന്നു. ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിനെല്ലാം കാരണക്കാരൻ ഷമ്മാസ് തന്നെയാണ് എന്നെനിക്ക് തോന്നുകയാണ്. അതായത് മറ്റൊന്നുമല്ല, അന്ന് പരീക്ഷാ ഹാളിലേക്ക് കിടക്കുമ്പോൾ വളരെയധികം സങ്കടത്തോടെ വിഷമത്തോടെ ഞാൻ പോകുവാൻ വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ക്ലാസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി അവിടെയെല്ലാം നോക്കുമ്പോൾ പെട്ടെന്നതാ ഷമ്മാസ് ഓടി വരുന്നു. പെട്ടെന്ന് തന്നെ തൻ്റെ ക്ലാസ് മുറി കണ്ടുപിടിച്ചു കൊടുക്കുന്നു. സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പോയി. എന്താണെന്നറിയില്ല, അതുവരെ ഉണ്ടായിരുന്ന മുഖമായ ആ മനസ്സ്, അതിൽ ഒരുപാട് പൂക്കൾ വിരിഞ്ഞതുപോലെ, പഠിച്ചത് മറന്ന കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വന്നതുപോലെ. അന്ന് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ എക്സാം എഴുതിയത്. എന്നാൽ അൽഹംദുലില്ലാ,
ആ സന്തോഷത്തോടു കൂടിയുള്ള എക്സാം എഴുതിയത് വലിയൊരു കാര്യത്തിലായി. അന്ന് എൻ്റെ മനസ്സിൽ യാതൊരു ടെൻഷനില്ലായിരുന്നു. കാരണം അന്ന് ഷമ്മാസിനെ കണ്ടതുകൊണ്ട്. നുസൈബ് അത് ചിന്തിച്ചു. താൻ ജയിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണക്കാരി എൻ്റെ ഷമ്മാസിൻ്റെ ഉമ്മയാണ്, പിന്നെ ഷമ്മാസുമാണ്. അപ്പോഴാണ് അവളത് ഓർത്തത്. പഠിച്ച റബ്ബേ, ഇതിനെല്ലാം കാരണക്കാരൻ, ഞാൻ അവിടെ എത്താനുള്ള കാരണക്കാരൻ അത് മറ്റാരുമല്ലല്ലോ ഫൈസൽക്കയാണ്. അതെ, അന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നോടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി കേൾക്കാൻ ഞാൻ കാതോർത്തിരുന്നു. ഒരുപാട് സമയം പുറത്തേക്ക് നോക്കി നിൽക്കും. ഇക്ക ഇന്ന് വരും നാളെ വരും എന്ന് കരുതി. പക്ഷേ ഫൈസൽ വന്നില്ല. ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് മറക്കാൻ കഴിയുന്നില്ലായിരുന്നു. പലപ്പോഴും ഫൈസൽ എന്ന് പേരെഴുതിയ ആ മോതിരം നോക്കി ഞാൻ കരയുമായിരുന്നു. ഉമ്മ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. വരാത്തോനെ നോക്കി കരഞ്ഞിരുന്നോ? അനക്ക് വട്ടുണ്ടോ പെണ്ണെ? പോണ വയ്ക്ക് പോട്ടോനെ, അങ്ങനത്തെ സ്വഭാവക്കാരനാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞു. പക്ഷേ ആരെന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഫൈസൽക്ക മായുന്നില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, എന്നെ നിക്കാഹ് കഴിച്ച ആൾ അതാണല്ലോ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഇണയായി വന്നയാൾ ഫൈസൽക്കയാണ്. അതുകൊണ്ട് ആ ഒരു ബന്ധം വേർപെടുത്താൻ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടു. എത്രയായിട്ടും കഴിയുന്നില്ല. എല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു. പക്ഷേ എനിക്കതിൽ നിന്ന് വേർപിരിയാൻ കഴിയുന്നില്ലായിരുന്നു. എന്നാൽ പിന്നെയാണ് അതിനെല്ലാം ഒരു മറവി നൽകിക്കൊണ്ട് ഷമ്മാസ് പ്രത്യക്ഷപ്പെട്ടത്. ഒരിക്കലും അറിഞ്ഞില്ല ഇക്കയുടെ അനിയനാണ് അതെന്ന്. പിന്നീട് ഷിഫ, അവളാണ് ഷമ്മാസിനോടുള്ള ഇഷ്ടം അത് കൂടുതലായിട്ട് എന്നോട് പറഞ്ഞത്. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നീടതങ്ങോട്ട് ഫൈസൽക്കയുടെ ആ ഒരു ബന്ധം പതുക്കെ മറക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും കാരണക്കാർ, എൻ്റെ വിജയത്തിനുള്ള കാരണക്കാർ അവരെല്ലാവരും തന്നെയാണ്. ഷമ്മാസിൻ്റെ ഉമ്മയും ഷമ്മാസിൻ്റെ ജ്യേഷ്ഠനായ എൻ്റെ ഫൈസൽക്കയും ഒക്കെയായിരുന്നു. പഠിച്ചോനെ, എന്തൊക്കെ തന്നെയായാലും എൻ്റെ ജീവിതത്തിൽ അവർക്ക് ഒരു കടപ്പാട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും റബ്ബേ, സന്തോഷത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള ജീവിതം അവർക്ക് നീ നൽകണേ റഹ്മാനെ. എൻ്റെ ആദ്യ ഭർത്താവ് ഇപ്പോൾ മറ്റൊരുത്തിയുടെ ഭർത്താവ് കൂടിയാണ് എന്നെനിക്കറിയാം. അവർക്ക് സന്തോഷകരമായ ജീവിതം നീ കൊടുക്ക് റബ്ബേ. ഞാൻ ഏതായാലും ഇങ്ങനെയായിപ്പോയി, അവരെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. അന്ന് ഉമ്മ നുസൈബയോട് പറഞ്ഞു, മോളെ നുസൈബ, നേരത്തെ എൻ്റെ സാറും മിസ്സൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? അപ്പം ഇനി നല്ല രീതിയിൽ ഏത് കോളേജെന്ന് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏത് കോളേജിൽ നിനക്ക് കിട്ടും എന്നാണ് പറയണത്, ഗവൺമെൻറ്റിൽ. അപ്പോൾ മോളെ, നമുക്ക് നിന്ന് പഠിക്കായിരിക്കില്ലേ നല്ലത്. കാരണം ഈ പോക്കും വരവും കുറച്ച് ബുദ്ധിമുട്ടില്ല. ഒരു പ്രാവശ്യം ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ. അപ്പോൾ നിന്ന് പഠിക്കായിരിക്കില്ലേ നല്ലത്. ഉമ്മയുടെ ഒരു വാക്ക് കേട്ട് ശരിക്കും നുസൈബ ഞെട്ടിപ്പോയി. പഠിച്ച റബ്ബേ, നിന്ന് പഠിച്ചാൽ ഒരിക്കലും ഷമ്മാസിനെ ഇനി എനിക്ക് കാണാൻ കഴിയില്ല. നുസൈബ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. എന്താ മോളെ എനിക്ക് മിണ്ടാട്ടില്ലാത്ത? ഉമ്മ, അത് അല്ല, നിനക്കിപ്പോൾ ഒരു കാര്യം പറ്റിയില്ലേ, ആക്സിഡൻറ്റ് വരെ ആയി. പിന്നെ അങ്ങനത്തെ ഓരോരുത്തരുണ്ടെങ്കിൽ എങ്ങനെ മക്കളെ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുക? നിന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കാനില്ല. അവിടെ ലേഡീസ് ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാൽ പിന്നെ എൻ്റെ കാര്യത്തിൽ സമാധാനമായല്ലോ. അല്ലാതെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോക്കും വരവും. അതിന് സൗകര്യമുള്ള കോളേജിൽ എൻ്റെ കുട്ടി കൊടുത്തോളിട്ടാ, അതല്ല നല്ലത്. നുസൈബാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഉമ്മ, നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എന്ത് പറയാനാ മോളെ, അതാണ് നല്ലത് എനിക്ക് തോന്നുക. എന്നാൽ ഈ സമയം ഷമ്മാസും ഉമ്മയും സംസാരിക്കുകയാണ്. മോനെ, ഞമ്മക്ക് ഓൾക്ക് അത്രയും വലിയ റാങ്കൊക്കെ വാങ്ങിയിട്ട് ഒന്നും നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ലല്ലോ. ഉമ്മ, അതിനൊക്കെ സമയമുണ്ടല്ലോ, ഇൻഷാ അല്ലാ. അല്ല മോനെ, നമുക്ക് ഒന്ന് പോയി വരേനുള്ളേ. എന്തായാലും ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം പോയിട്ടുമില്ല. ഉമ്മ, ഞാൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ല. അതായത് അവർക്കൊരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല ഞാൻ അങ്ങോട്ട് വരുന്നത്. നിക്കാഹ് കഴിഞ്ഞിക്കാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. എൻ്റെ പൊന്നു മോനെ, കാര്യങ്ങളൊക്കെ നിരപരാധിത്വത്തിലൊക്കെ തെളിഞ്ഞില്ലേ, പിന്നെ ഇപ്പം എന്താ എനിക്ക്? ഇല്ലുമ്മ, ഞാൻ വീട്ടിലേക്കില്ല. എനിക്ക് അത് അതിൻ്റെ റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്താ എത്ര ഇത്? അല്ലുമ്മ, അവർ
നമ്മളെ കുടുംബത്തിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഇക്കാക്കയെക്കുറിച്ചൊക്കെ ഒരുപാടെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും നിങ്ങളെ കുടുംബത്തിലേക്ക് അത് മോനെ അപ്പത്തെ ദേഷ്യത്തിന് പറഞ്ഞതല്ലേ, അത് ആരായാലും പറയില്ലേ. ഉമ്മ എന്താണെന്നറിയില്ല, എനിക്ക് അവരുടെ മുഖത്ത് നോക്കാൻ തന്നെ കഴിയുന്നില്ല. വലിയ സ്നേഹമായിരുന്നു എന്നോട്. പക്ഷേ ഇപ്പോൾ മോനെ അതൊക്കെ തെറ്റിദ്ധാരണൻ്റെ പേരിൽ ആരായാലും പറഞ്ഞു പോകില്ലേ എന്ന് കരുതി നീ അവൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കരുത്. ഉമ്മ ഞാൻ എന്നെ വീട്ടിലേക്കില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ വീട്ടിലേക്കുള്ളൂ. അല്ലാതെ ഞാൻ പോകുന്നത് ശരിയല്ലമ്മ. ഞാൻ ഉമ്മയെ കൊണ്ട് വിട്ടുതരാം. ഉമ്മ പോയിട്ട് കണ്ടിട്ട് അവൾക്കുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയി, അതായിരിക്കും നല്ലത്. എന്നാ ഉമ്മ അങ്ങനെ ചെയ്യാം. അങ്ങനെ അതാ പിറ്റേന്ന് ഷമ്മാസും ഉമ്മയും നുസൈബയെ കാണുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഷമ്മാസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീട്ടിലേക്കില്ല, ഞാനെല്ലാം വാങ്ങിത്തന്ന് നിങ്ങൾ ഇറക്കി വിട്ട് കുറച്ച് മാറി നിന്നോളാം എന്നുള്ളത്. ഉമ്മ മാറ്റിയൊരുങ്ങി ഇറങ്ങുന്നു. ആ ഒരു രംഗം ഫൈസൽ കണ്ടു. അവൻ ചോദിച്ചു, ഉമ്മ എങ്ങോട്ടാണ്, എങ്ങോട്ടാണ് പോകുന്നത്? ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഉമ്മാക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. ഷാമോനെ എങ്ങോട്ടടാ? ദയനീയമായുള്ള ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഷമ്മാസിന് ഉത്തരമുണ്ടായിരുന്നില്ല. എന്ത് പറയണം, എന്ത് പറയണം എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി. കാരണം ഇക്കയുടെ ആദ്യ ഭാര്യ നുസൈബയുടെ വീട്ടിലേക്കാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇക്ക ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഷോക്കായി മാറാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ആ പൊട്ടിത്തെറിക്കൂല. അതായത് ഇക്ക ദേഷ്യപ്പെടില്ല എന്നുള്ള കാര്യം അറിയാം. ഒരു പക്ഷേ ഇത് പറഞ്ഞാൽ ഇക്കാക്ക് സങ്കടമാകും. ഇക്ക ഒരുപാട് ആളങ്ങ് മാറി. കാരണം അന്നത്തെ ആ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു. അങ്ങനെ പല തെറ്റുകളും ചെയ്ത് നടക്കുന്ന കാലം. ഇപ്പോൾ ഒരുപാട് ആളങ്ങ് മാറിയിട്ടുണ്ട്. ഇക്കയോട് എന്ത് പറയണം, ഫൈസലിനോട് എന്ത് പറയണം എന്ന് ഉമ്മയും ഷമ്മാസും വിചാരിക്കുന്നു. അവർ മുഖത്തോട് മുഖം നോക്കി. ഫൈസൽ ദയയോടെ അവരോട് ചോദിച്ചു, എന്താ ബുദ്ധിമുട്ടാണോ പറയാൻ? എന്നാൽ നിങ്ങൾ പോയി വരി. പഠിച്ചോനെ, എന്തൊരവസ്ഥയാണിത്, വല്ലാത്തൊരു വിഷമമായി പോയത്. ഉമ്മ നിങ്ങൾ പോയി വരി. പിന്നെ ഷാമോനെ, ഉമ്മാനെ ശരിക്കും നോക്കിക്കട്ടോ. എല്ലായിടത്തു നിന്ന് കറങ്ങി കാണിച്ചു കൊടുക്ക്. നീയല്ലാതെ ഞങ്ങളാരും ഉമ്മയെ കൊണ്ടുപോകാറില്ലല്ലോ. അതിൻ്റെ ഒരു വേദന മനസ്സിൽ വല്ലാതെയുണ്ട്. ഒരുപാട് ജോലി അടിച്ചൊക്കെ നടന്നു, പക്ഷെ ഉമ്മയെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. എൻ്റെ മോൻ ചെല്ല്. ഉമ്മ പോയിക്കോളൂ, നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ പോയിട്ടൊക്കെ തിരിച്ചു വരി. സങ്കടത്തോടെ ഉമ്മയും ഷമ്മാസും വീട്ടിൽ നിന്നിറങ്ങി കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇക്കയെ ആലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടം. എന്താ മോനെ ചെയ്യുക, ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഇപ്പോഴാണ് മൂപ്പർക്ക് ബുദ്ധി വെച്ചത് തോന്നുന്നുണ്ട്. ഉമ്മ അങ്ങനെയൊന്നും പറയണ്ട. അല്ലടാ, കാര്യത്തിൽ തന്നെ ഓനെ നിലത്തൊന്നല്ലായിരുന്നു. എന്താണ് അവൻ്റെ ചിന്താഗതി എനിക്കറിയില്ലായിരുന്നു. കാട്ടാളതൊക്കെ കാട്ടി. സത്യം പറഞ്ഞാൽ ഇപ്പം ആരുമില്ലാത്ത അവസ്ഥ. മറ്റോളിപ്പോൾ വരവും പറ്റ മാറ്റി തോന്നുന്നുണ്ട്. ഓൾക്ക് വേറെ ആരോട് എന്തോ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും ഞമ്മക്കറിയില്ല. ഓനായിട്ട് അവൻ്റെ ഇഷ്ടത്തിന് ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിക്കുക മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊടുന്നു. ഓളോളം ഇഷ്ടത്തിന് പോവുകയും ചെയ്തു. പിന്നെ ഫാൻസിയിലൊരു പെണ്ണുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ കഥ എന്താണെന്നാവപ്പോൾ. എന്തായാലും ഞാനതൊന്നും ചോദിക്കാനും പറയാനൊന്നും പോരില്ല. ഓനക്കൊന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ വാണ്ടിയിരുന്നു. ഇപ്പോൾ ആരും ഇല്ലാതെ ഇരിക്കണോ എന്താവാം. ഉമ്മ ഇക്കയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നണം. ഉമ്മ എന്താ മോനെ എനിക്ക് സങ്കടം? കാട്ടിക്കൂട്ടിനെ ശിക്ഷ പഠിച്ചോൻ കൊടുക്കും എന്നൊക്കെ പറയില്ലേ, അതായിരിക്കും. വേണ്ടുമ്മ, ഇനിയൊന്നും പറയണ്ട. ഞാൻ ഒന്നും പറയണില്ല മോനെ. ഓനായിട്ട് കാട്ടിക്കൂട്ടി, ഓനായിട്ടിപ്പോൾ അനുഭവിക്കണം. എന്താ ഇപ്പോൾ ചെയ്യുക? ഫൈസൽക്കയുടെ കാര്യത്തിൽ ഷമ്മാസിന് നല്ല വിഷമമുണ്ട്. ആദ്യത്തെ ഭാര്യയാണെങ്കിൽ അതങ്ങനെ ഇക്കയുടെ ഇഷ്ടത്തിന് ചെയ്തു. രണ്ടാമത്തോളാണെങ്കിൽ പോവുകയും ചെയ്തു. ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയിലാണെന്ന് തോന്നുന്നു. മോനെ, പഠിച്ച റബ്ബിൻ്റെ പ്രാർത്ഥന കേട്ടതായിരിക്കും. പക്ഷേ ഇപ്പം എനിക്ക് വലിയ വേദന ഇല്ല ഓൻ്റെ കാര്യത്തിൽ. അതെന്തോ ഉമ്മ? അല്ലേ, ആദ്യം നല്ല രീതിയിൽ ഞാൻ മോനെ സത്യം പറഞ്ഞാൽ എൻ്റെ നുസൈബ മോളെ ഓനങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഉംറക്ക് പോകണമെന്ന് വരെ നേർച്ച ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ അതായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നെ നിനക്ക് വേണ്ടി പറഞ്ഞച്ച പെണ്ണ് അതും ഇവളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് റാഹത്തായി. എന്തായാലും കല്യാണം കഴിഞ്ഞുടനെ നമുക്ക് 3 പേർക്ക് ഉംറക്ക് പോകാമെന്നാണ് ഇപ്പം എൻ്റെ പ്ലാനിങ്. ആദ്യം ഞാൻ നേർച്ച ചേർന്നത് അങ്ങനെയായിരുന്നു.
ഓൻ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ പോകണം എന്നുള്ളതൊക്കെ. എന്താലേ ഒക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നോക്കിയിട്ട് ഫലമില്ല, വേഗം നിക്കാഹ് കഴിച്ച് കൊണ്ടുവരിക. ഓന് കാട്ടാളൊക്കെ കാട്ടി ഒഴിവാക്കിയതല്ലേ, അല്ല നമ്മളായിട്ട് ഓനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചൊന്നല്ലല്ലോ. അവിടെ നിൽക്കട്ടെ ഓന്. ഉമ്മ വേണ്ട, മനസ്സ് വല്ലാതെ വേദനിച്ച് നിൽക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. ഇക്കയോട് ഇപ്പോൾ ഒന്നും പറയൊന്നും വേണ്ട കേട്ടോ. ഹേ ഇല്ല മോനെ, ഞാനൊന്നും പറയാനൊന്നും പോണില്ലേ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കൂല്ലേനോ. ഇപ്പോഴും സ്വഭാവമൊക്കെ മാറി വന്നിക്കണ്. പഠിച്ചോനെ, ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും കല്യാണം നോക്കിക്കോട്ടോനെ, അല്ലാതെ അത് നല്ല ഹയറായ പെൺകുട്ടി ആയാൽ മതിയായിരുന്നു. ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഖേദമുണ്ട്. എന്താണെന്നറിയില്ല. ഇക്കയുടെ ആദ്യ ഭാര്യ, അതെ അവളെയാണ് ഞാൻ നിക്കാഹ് കഴിക്കാൻ പോകുന്നത്. അതൊരിക്കലും ഇക്ക അറിയുന്നില്ല. ഇക്ക അറിഞ്ഞാലൊരു പക്ഷേ ഇക്കക്ക് സങ്കടം താങ്ങാൻ കഴിയോ എനിക്കറിയുന്നില്ല റബ്ബേ. അവൻ്റെ മനസ്സിൽ ഇപ്പോഴാകെ വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ സമയം ഫൈസലിൻ്റെ വീട്ടിൽ ഫൈസൽ പുറത്തേക്ക് നോക്കി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ ഫൈസലെ, എനിക്കൊരു ആലോചന എന്ന് പറഞ്ഞുകൊണ്ട് മൂത്തച്ചി അതുവഴി വന്നു. ഫസീല, ഹേയ് ഒന്നുമില്ല. അല്ല എന്നാലും എന്തിപ്പോ, എന്താ ഉമ്മ അനിയനെ എന്നെ വിട്ട് പോയോ? ഹേയ് അങ്ങനെ ഒന്നുമില്ല, ഞാൻ ഇന്ന് ഷോപ്പിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നെങ്ങനെ ലീവ് എടുത്ത് കാണലേ ഇല്ലല്ലോ. എനിക്ക് എന്താ പറ്റിയത്? എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ എല്ലാവരും നിരയെ ഭയങ്കര സ്മാർട്ടായിരുന്നല്ലോ. ഇത്ത, അത് നമ്മൾ ചില സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തു കൂട്ടും. പിന്നീട് അതൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഖേദം തോന്നും. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എനിക്കിനി ഒന്നുമില്ല. എൻ്റെ നല്ലൊരു സൗഭാഗ്യമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ഞാനൊന്നൊരിക്കലും ചിന്തിച്ചില്ല. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ എല്ലാം വില മനസ്സിലാകുന്നത്. എനിക്ക് ഒരിക്കലും പഠിച്ച റബ്ബിൻ്റെ അടുത്തുനിന്ന് തൗബയുണ്ടാവില്ല. അത്രക്കും. അത് കേട്ട് ഫസീല പറഞ്ഞു, അല്ല എന്തപ്പോൾ പ്ലാനിങ് എൻ്റെ? അല്ല എൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങളൊക്കെ പോയോ? ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ എൻ്റെ അടുത്ത്. ഫൈസലിൻ്റെ നേരെ അല്പം കളിയാക്കിക്കൊണ്ടാണ് ഫസീല പറയുന്നത്. ഇത്ത പ്ലീസ്. എന്ത് പ്ലീസ്? കാട്ടാളെ കാട്ടിയിട്ടേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതേ അവസ്ഥ ഞാൻ ഷമ്മാസിനോട് എത്രയോ പറയുന്നുണ്ട്. ഞാൻ ഷമ്മാസിനോട് പല കുറി പറഞ്ഞിരിക്കണ് എനിക്കൊരു ആങ്ങളുടെ മോളുണ്ട്, ഓളെ കെട്ടിക്കോ എന്നുള്ളത്. പക്ഷെ ഓനെ തിരിഞ്ഞു നോക്കണില്ല ആ ഭാഗത്തേക്ക് തന്നെ. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ കാണാം. ഇഷ്ടപ്പെട്ടോലെ പിടിച്ച് വലിച്ച് കൊടുങ്ങാണ്ടേ ഇവിടെ ഇട്ട് ഓല് രണ്ടാമത്തെ ദിവസം ഇട്ടെറിഞ്ഞാണ് പോകും. അങ്ങനെ ഇക്കാരം ഉണ്ടാവില്ലേ. ഓൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇക്കാരം. നോക്കിക്കോണ്ടി. അതാണ് കുറച്ചൊക്കെ വലിയോല് പറഞ്ഞ് കേൾക്കണം. ഞാൻ എത്രയേ ആ ചങ്ങായിനോട് പറഞ്ഞേ അവിടെ ഒരു പെണ്ണുണ്ട്, ഞാൻ ഓൻ്റെ ഫോട്ടോ വരെ ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ പറ്റിയില്ല. വേണ്ട, ഓൾക്ക് വേറെ ആരെയും കിട്ടിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവനാൻ്റെ ഇഷ്ടത്തിന് ഓരോന്നൊക്കെ കെട്ടിക്കൊടുന്നാൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അനുഭവിക്കും ആണുങ്ങൾ. ഇപ്പോൾ അനുഭവിക്കണം കണ്ടില്ലേ, അതേ അനുഭവം ഷമ്മാസിന് വരും. ഹേയ് ഇത്ത, എന്താ നിങ്ങളീ പറയുന്നത്? എൻ്റെ ജീവിതം ഏതായാലും എങ്ങനെയായിപ്പോയി. ഷമ്മാസിനെ നിങ്ങൾ എന്തിനങ്ങനെ പറയുന്നത്? അവൻ ജീവിച്ചോട്ടെ റാഹത്തായിട്ട്. അവനിഷ്ടപ്പെട്ട പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച്. അതിനെന്താ നിങ്ങൾ? ഓ ഇപ്പോൾ എല്ലാവരും ഷമ്മാസിനെ നേർക്കാണല്ലോ. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് ആരുമില്ല. എന്താ ഇത്ത നിങ്ങൾ? എനിക്കൊരു കുഴപ്പമില്ല. അല്ലേ ഞാൻ പറയാം, എങ്ങനെ കെട്ടിക്കൊടുന്ന് ഇവിടെ കൊടുന്ന് പാർപ്പിച്ചാൽ ഒരു മാസം തേച്ച് നിൽക്കും തോന്നുന്നുണ്ട്. പിറ്റത്തെ മാസത്തേക്കാണ് കടക്കണോട് കൂടി ഓൾ ഇവിടുന്ന് മൂടും തട്ടിപ്പോവും. അതായിരിക്കും സ്ഥിതി. നോക്കിക്കൊണ്ടേ. എന്തിനാ ഇത്ത ഇങ്ങനെയൊക്കെ ശപിക്കുന്നത് എല്ലാവരും? കുറച്ചൊക്കെ വലിയൊരു പറയണവും കേൾക്കണം. നമ്മൾ പറഞ്ഞൊരു വാക്കിനൊരു വില ഇവിടെ കൽപ്പിക്കാൻ ഒരു കുട്ടിയില്ല. എൻ്റെ മാപ്പിള അടക്കം നവാസ്ക്ക് അടക്കം അങ്ങനെയാണ്. ഇന്നെ വില ഇല്ലല്ലോ, അവരിഷ്ടം പോലല്ലേ. ഇന്നെ എല്ലാവരും കൂടി ഇട്ടുകൊണ്ട് കടുപ്പം കാട്ടാണ് ഇവിടെ ഇട്ടുകാണ്ട്. ഇത്ത ആരാ നിങ്ങളെ കടുപ്പം കാട്ടിയെന്ന് പറയുന്നത്? ആരും ഇല്ല, എനിക്ക് അറിയായിട്ടാണ് എന്നെപ്പറ്റി. ഫൈസലിന് നല്ല സങ്കടമുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആലോചിച്ച് ഫൈസൽ കണ്ണീരൊഴുക്കുകയാണ്. റബ്ബേ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. എല്ലാം ഞാൻ മാത്രമാണ് തെറ്റുകാരൻ. ഒരാളെ ഞാൻ പഴിക്കുന്നില്ല. ഇനി എൻ്റെ ഷാമോൻ്റെ കല്യാണമെങ്കിലും ശരിക്കൊന്ന് നടന്നു കാണണം. നല്ല റാഹത്തോടു കൂടി അവർ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. കണ്ണിറയെ ഞാൻ ചെയ്തതുപോലുള്ള തെറ്റ് ഒരിക്കലും എൻ്റെ കുട്ടി ചെയ്യില്ല എന്നെനിക്കറിയാം. എൻ്റെ ഷാമോൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കണം, റാഹത്തായിട്ട് ഉഷാറായിട്ട്. അതിനെ എല്ലാത്തിനും മുൻപന്തിയിൽ ഞാനുണ്ടാകും. ഒരു ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവനെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ. എൻ്റെ നവാസ്കയുടെ കാര്യവും അല്പം കഷ്ടം തന്നെയാണ്.
കാരണം ഈ നാവിട്ടടിക്കുന്ന ഭാര്യ, അത് നവാസ്കാക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എൻ്റെ ജീവിതം അതങ്ങനെ. ഇനി എൻ്റെ ഷമ്മാസിൻ്റെ ജീവിതമെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എത്ര നന്നായിരുന്നു അല്ലാ. ഫൈസലിനെ പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ വേണ്ടി ഫൈസൽ അതാ കാറെടുത്ത് ഇറങ്ങുന്നു. വെറുതെ ഒന്ന് ടൗണിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി ജസ്റ്റ് ഓഫീസിലേക്ക് ഒന്ന് പോയി വന്നു. സ്റ്റാഫിനെയൊക്കെ ഒന്ന് കണ്ടു. പെട്ടെന്നാണ് ഫൈസൽ ആ ഒരു കാഴ്ച കാണുന്നത്. ടൗണിലുള്ള മെയിൻ ബോർഡിൽ അവിടെ അതാ ഒരു ഫ്ലെക്സ്. നാടിന് അഭിമാനമായ നുസൈബ നീറ്റ് എൻട്രൻസ് എക്സാമിൽ നാടിന് അഭിമാനമായ 1ാം റാങ്ക് കരസ്ഥമാക്കിയ നുസൈബക്ക് നാടിൻ്റെ അഭിനന്ദനങ്ങൾ. ഫൈസൽ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അതെ, ഹിജാബ് ധരിച്ചുകൊണ്ട് തൻ്റെ നുസൈബ, അതെ തൻ്റെ ആദ്യ ഭാര്യ, അവളാണത്. റബ്ബേ, ഞാൻ എത്രക്കും താഴ്ന്നവനായി പോയല്ലോ റബ്ബേ. ഒരിക്കൽ അവളെ ഞാൻ ചവിട്ടി ഇരക്കുകയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെടുത്തിയവളാണ് അവൾ. റബ്ബേ, എനിക്ക്... ഫൈസലിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. റബ്ബേ, എനിക്ക് നീ പുറത്തു തരണം. ഞാനോട് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തതാണ്. പുറത്തു തരണം. അവളെ ഇനിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അതിനു വേണ്ടി എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളെല്ലാം ഞാൻ തന്നെ ചൂണ്ടിക്കാട്ടി പറയുകയാണ്. ഞാൻ അത്രക്കും തെറ്റ് ചെയ്തവനായിരുന്നു. ആ ഒരു ഫ്ലെക്സിൻ്റെ മുമ്പിൽ ഫൈസൽ കാറ് നിർത്തി ഒരു നിമിഷം അങ്ങോട്ട് തന്നെ നോക്കിയിരുന്നു. അവളുടെ ആ മനോഹരമായ മിഴികൾ, അത് മാത്രമേ അതിൽ വ്യക്തമാകുന്നുള്ളൂ. ഹേയ്, അവൾ എന്നെ ഒരിക്കലും സ്വീകരിക്കില്ല. അത്രക്കും അവളെ ഞാൻ കടുപ്പം കാട്ടിയിട്ടുണ്ട്. ഒരിക്കലും അവൾ ജീവിച്ചോട്ടെ നല്ല രീതിയിൽ, എങ്ങനെയെങ്കിലും. ഒരിക്കലും ശല്യമായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ ഈ സമയം നുസൈബയുടെ വീട്ടിലെത്തിയിരുന്നു ഉമ്മയും ഷമ്മാസും. ഷമ്മാസ് അകത്തേക്കൊന്നും കയറിയില്ല. അവൻ ഉമ്മയെ അവിടെ ഇറക്കി വണ്ടി കുറച്ച് അപ്പുറത്തേക്കായിട്ടു. വീട്ടിലെ ഉമ്മയും ഉപ്പയൊക്കെ വിളിച്ചു. ഷാമോനോടൊന്ന് കയറാൻ പറയും. അതേ, ഇനി വേണ്ട, നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ആക്കും പോലൊക്കെ കയറാലോ, അല്ലാതെ പോയി തകുന്തൊക്കെ തന്നെയാലും തെറ്റാണ്, ഉമ്മ പറഞ്ഞു. ശരിക്കും ആ ഉമ്മയുടെ വാക്കുകൾ അവരുടെ മനസ്സിലെ വല്ലാതെ അങ്ങ് നൊന്തു. കാരണം അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ വേണ്ടില്ലായിരുന്നു എന്നൊക്കെ ആയിപ്പോയി. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. ഉമ്മ പറഞ്ഞു, നിങ്ങളൊന്നും വിചാരിക്കരുത്, അന്ന് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചു, അതൊന്നും സാരില്ല, പിന്നെ ഒക്കെ തെളിവ് കിട്ടിയപ്പോൾ റെഡി ആയില്ലേ, ഓനങ്ങോട്ട് വിളിക്ക്. അല്ലേ, ഓനവിടെ നിന്നോട്ടെ, ഇൻഷാ അല്ലാ ഇനി വരാലോ, വരാനുള്ള വീടെന്നല്ലേ ഇത്. ആ വലിയ സമ്മാന പൊതികളുമായി ഉമ്മ നുസൈബയുടെ മുമ്പിലേക്ക് അതെല്ലാം വെച്ചു കൊടുത്തു. എന്തിനാണ് ഇതൊക്കെ നിങ്ങൾ വാങ്ങിയത്? അല്ലേ, അത് എൻ്റെ കുട്ടി എന്തായാലും ഫസ്റ്റ് റാങ്ക് വാങ്ങിയില്ലേ, അതിൻ്റെ സന്തോഷം ഇതുവരെ ശരിക്കൊന്നും അറിയിക്കാൻ പറ്റിയിട്ടില്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ ശരിയാണ്. അല്ല, നിങ്ങളേതായാലും ഇവളിതുവരെ പഠിപ്പിച്ചു, ഇനിയിപ്പോൾ എന്താണ് ഇവളെ ഇനി കോളേജിക്ക് ദൂരൊക്കെ കൊടുക്കുകയാണോ വേണ്ടത്, അടുത്ത കോളേജിക്കോ? ഉമ്മയോട് നുസൈബയുടെ ഉമ്മ സമ്മതം ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ മറ്റോനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരെ? ആ ഹുസൈനാജിനെ, ഓനെ മോൻ മൂലക്കിലാക്കിക്കണ്. എങ്ങനെ പഠിച്ച റബ്ബേ, സത്യത്തിൽ? നുസൈബ ഞെട്ടിപ്പോയി. ഉമ്മ, സത്യമാണോ? അതേ മോളെ, അത് 2 ദിവസം മുമ്പ് ഭയങ്കര അടിപിടി പ്രശ്നങ്ങളൊക്കെ ആയി. ഓൻ പോണ വഴിയിൽ കാറ് തടഞ്ഞ് ഓനം വിട്ടുകൊടുത്തില്ലായിരുന്നു. ഓൻ നല്ലോണം അങ്ങോട്ട് കൊടുത്ത് മൂപ്പരെ കാലൊക്കെ ഒടിഞ്ഞിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടത്. ഇപ്പം അടുത്തൊന്നും നീച്ച് നടക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അയാളെന്താ എനിക്കറിയില്ല സംഭവം. കാരണം എല്ലായിടത്തുനിന്നും അയാൾ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഓലെന്നെ വന്ന് എടുത്ത് കൊണ്ടുപോയി. എന്തായാലും ഷമ്മാസ് മോനക്കും അയാളെ കൂട്ടുകാരത്ത് നല്ലോണം കിട്ടിയിരിക്കണ്. പക്ഷേ അതിലേറെ എൻ്റെ മോനും തിരിച്ചങ്ങോട്ട് കൊടുത്തേക്കണ്. ഇനിയിപ്പോൾ അടുത്തൊന്ന് ഹുസൈനാജിനെ പേടിക്കണ്ട. ഇനിയിപ്പോൾ അയാളെ പെണ്ണുങ്ങളോടൊക്കെ ഒന്ന് പോയി പറയണം. അറ്റങ്ങൾ പേടിച്ച് സമാധാനമില്ലാതെ നിൽക്കല്ലേ, അവിടെയൊക്കെ ഒന്ന് പോയി പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂല കേട്ടോ. ആൾക്കാരെ ഇറക്കുക പറയാൻ പറ്റില്ല, അതിന് കുറേ ഗുണ്ടകളുണ്ട് അത്രേ, അവരെ ഇറക്കുമൊന്നും പറയാൻ പറ്റൂല. എന്നാലും മൂപ്പരിപ്പോൾ നീച്ചാൻ ആയിട്ടില്ല. അത് കേട്ടപ്പോൾ നുസൈബയ്ക്കും ഉമ്മക്കുമൊക്കെ വല്ലാത്ത സന്തോഷമായി. പഠിച്ചോനെ റബ്ബേ, ഉമ്മ, അപ്പം എനിക്ക് ശരിക്കും പഠിക്കാൻ പോവാല്ലേ? പിന്നെന്താ മോളെ, പഠിക്കാൻ പോകാൻ ഞാൻ പറ്റൂലല്ലോ. നല്ല റാഹത്തോട് കൂടി നിൻ്റെ ഇഷ്ടപ്പെട്ട കോളേജാണെന്ന് വെച്ചാൽ അവിടെ എനിക്ക് പഠിക്കാൻ പോകാം. ഉമ്മ, നിങ്ങൾ ഷാമോനോടൊന്ന് ചോദിച്ചു നോക്കുമോ?
അല്ല മോളെ, അതിലിപ്പോൾ നിക്കാഹ് കഴിഞ്ഞാലല്ലേ അവൻ്റെ സമ്മതത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോഴും എൻ്റെ സമ്മതമാണേ. ഞാൻ പറഞ്ഞ പോലെ കാട്ടിയാൽ മതി. അതൊക്കെ മോളുടെ ഇഷ്ടം. മോൾക്ക് എന്താണ് ഇഷ്ടം? എന്നും പോയി വരണോ അത് നിന്ന് പഠിക്കണോ? അതൊക്കെ മോളുടെ ഇഷ്ടമാണ്. ഉമ്മ, എന്നാൽ ഞാൻ എന്നും പോയി വരാം. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഹോസ്റ്റൽ ജീവിതമൊന്നും ഇഷ്ടമല്ല. രാത്രി എനിക്ക് ഇങ്ങോട്ട് തന്നെ എത്തണം, ഉമ്മയുടെയും ഉപ്പയുടെയും അടുക്കലേക്ക്. അല്ലെങ്കിൽ എനിക്ക് മോളത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. എന്നാൽ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, മോളെന്നും പോയി വരട്ടെ. ഹുസൈനാജി പരിക്ക് പറ്റി കിടക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവർക്കെല്ലാം വലിയൊരു ആശ്വാസമാണ് ആയത്. കുറച്ച് ദിവസത്തിന് അയാളെ പേടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഉമ്മ, എന്നാൽ ഞാൻ ജോയിൻ ആവട്ടോ. നമ്മൾ അടുത്തേത് കോളേജ്, അവിടെ പോകാം. പിന്നെ പ്രൈവറ്റിൽ നിന്നും വിളി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എൻട്രൻസ് എഴുതി കിട്ടിയതല്ലേ, അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിൽ തന്നെ പഠിക്കാനാണ് എനിക്കിഷ്ടം. ആയിക്കോട്ടെ മോളെ, മോളുടെ ഇഷ്ടം പോലെ. അങ്ങനെയാണെങ്കിലേ എന്നാൽ അഡ്മിഷൻ എടുക്കാൻ പോയിക്കോണ്ടി. ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ഞാനും വരണ്ടേ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. ഷാമോന് വന്നീലല്ലേ? ഓ വന്നീലേ. ഓ ഇനിയിപ്പോൾ ഓളെ കോളേജിൽ കണ്ട് ചേരട്ടെ. എന്നിട്ട് നമുക്ക് ഒന്നുകൊണ്ട് ലെവലായിട്ട് നമുക്ക് ഒക്കെ റാത്തോടു കൂടി നടത്താം, പോരെ? അല്ലാതെ ഇപ്പോൾ പിടിച്ചതിൻ്റെ ഇടയിൽ അതായാലും പഠനം അവിടെ നിൽക്കും. ഒന്നാണ്ട് റെഡി ആവട്ടെ. ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് അവർക്ക് സന്തോഷമായി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടാ. അതിൽ നുസൈബയുടെ ഉമ്മ ചോദിച്ചു, മറ്റേ മക്കൾ അവരൊക്കെ അവിടെ ഇല്ലേ? ആ ഉണ്ട്. നവാസ് ഇവരെ നിക്കാഹ് ചെയ്യട്ടെ പോട്ടെ വിചാരിച്ച് നിൽക്കണം. പിന്നെ ആളെ ഏൽപ്പിച്ചിക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ എന്നാൽ അവൻ പോകണം എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഫൈസലെ, ഓനിപ്പോൾ 2 ദിവസമായിട്ട് നല്ല ടെൻഷനും കാര്യങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഓന് ഷോപ്പിക്ക് പോയിട്ട് വേഗം വരും. എന്താ അറിയില്ല, എൻ്റെ കുട്ടീൻ്റെ മനസ്സൊക്കെ ആകെ മാറി എന്തോ ഒരു ടെൻഷൻ കുടുങ്ങിക്കണ്. അപ്പോൾ ഓൻ്റെ ഭാര്യ ഇല്ല ഇവിടെ? ഓളൊക്കെ പോയിക്കണേ. ആ ആരൊക്കെയപ്പം പോയിക്കണേ ആർക്കറിയാം. ഞാൻ വല്ലാതെ ചോദിക്കാനും പറയാനൊന്നും പോരുമില്ല. അത് കേട്ട് നുസൈബ ഞെട്ടിപ്പോയി. അതെ, ഫൈസൽക്കയെ കുറിച്ചാണ് ആ പറഞ്ഞത്. 2 ദിവസമായി വീട്ടിലാണ്, സങ്കടത്തോടെ ഇരിക്കുകയാണ് എന്നൊക്കെ. അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഉമ്മ, മോളെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ, ഒരുപാട് നേരമായി. സലാം പറഞ്ഞുകൊണ്ട് ഉമ്മ വീട്ടിൽ നിന്നിറങ്ങി. ഉമ്മയുടെ പിന്നാലെയായി അതാ നുസൈബയും വരുന്നു. ഷമ്മാസ് അവിടെ അപ്പുറത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉമ്മയെ. അതിനിടയിൽ ഉമ്മാക്കൊന്ന് വിളിച്ചിരുന്നു. ദാ മോനെ ഇപ്പം വരാം എന്ന് പറഞ്ഞു. ഉമ്മയെ യാത്രയാക്കുവാൻ വേണ്ടി നുസൈബ ഉമ്മയുടെ പിന്നാലെ പോയി. മോളെ നീ പോയിക്കോ, പിന്നെ നന്നായിട്ട് പഠിക്കണട്ടാ. ഡോക്ടർ വിഭാഗമാണ് എൻ്റെ കുട്ടി ഇനി പഠിക്കാൻ പോണത്. ഡോക്ടർ നുസൈബ, അത് തെളിയണം. ഇൻഷാല്ല നമ്മളെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നമുക്കൊരു ബോർഡും വെക്കണം. എന്തേ? അത് കേട്ട് നുസൈബ പുഞ്ചിരിച്ചു. പക്ഷേ അവളുടെ മനസ്സിൽ എന്തെന്നറിയില്ല ഒരു വേദന ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.